ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് തിങ്കളാഴ്ച തൊട്ടോ ചൊവ്വാഴ്ച തൊട്ടോ അതിൻ്റെ എഡിറ്റഡ് സീരീസ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് എഡിഷൻ അതൊന്നും കാണണ്ട, നമുക്ക് ഒറിജിനൽ എങ്ങനെയാണോ അതൊന്ന് കാണാൻ ഞങ്ങൾ ഇന്ന് പോവാണ്. ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് മൂവി ഇൻ ബാംഗ്ലൂർ. അപ്പോൾ റോക്ക് ലൈനിൽ പോയി ഞങ്ങൾ കുടുംബസമേതം കാണാൻ പോവാണ്. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ഓൾ ഹാവ് ടു വെയർ ബ്ലാക്ക്, അതായത് ബ്ലാക്കാണ് ഡ്രസ് കോഡ്. അപ്പോൾ ഇതാണ് എൻ്റെ അറ്റയർ, കണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ണാടി അങ്ങനെ വെക്കാത്തതാണ്, പക്ഷേ ഇപ്പം ഞാൻ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്നും കാണത്തില്ല. അവിടെ പോയി സിനിമ എനിക്കെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഈ കണ്ണാടി പറ്റും. അപ്പോൾ ഞാനിനി അവരുടെയൊക്കെ വേഷം എന്താണെന്ന് കാണിച്ചു തരാം. കാണാം, എല്ലാവരും ബ്ലാക്കിലാണ് കേട്ടോ, ബ്ലാക്കിലാണ്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അതൊക്കെ ഈ ടോപ്പ് നിനക്ക് ആര് തന്നേടി? കറക്റ്റ് ഇന്ന് തന്നെ അവൾക്ക് അവളുടെ ഫ്രണ്ട് അർപ്പിത അവൾക്ക് ഈ ടോപ്പ് കൊടുത്തിരിക്കുക. ആ ടോപ്പ് ഒന്ന് കാണിച്ചാൽ നന്നായിട്ട്. വെരി ബ്യൂട്ടിഫുൾ ടോപ്പ് അർപ്പിത കൊടുത്തിരിക്കുകയാണ്, വെരി നൈസ്. അപ്പോൾ ഇതാണ് അവളുടെ അറ്റയർ. കുഞ്ഞൂട്ടാ, കുഞ്ഞാ നിൻ്റെയോ? ആ, കുഞ്ഞനും ബ്ലാക്ക് ടീഷർട്ടാണ്. സോ ഇതാണ് ഇവൻ്റെ അറ്റയർ. കൊള്ളാം അല്ലേ? യെസ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത അളക്കണം അമ്മുദ. ഇവളാണ് പറഞ്ഞത് എല്ലാവരും ബ്ലാക്ക് ഇടണം. സോ ഇതാണ് ഇവളുടെ അറ്റയർ, ബ്ലാക്ക്. ആൻഡ് ദെൻ ഹു ഈസ് നെക്സ്റ്റ്? അടുത്ത ബ്ലാക്ക് ആരാണ്? ഇവൻ എന്തോടെ തലയും കുത്തി കിടക്കുന്നു, എന്തോടെ ഇങ്ങനെ? ഇതാണ് ഇവൻ്റെ അറ്റയർ, ബ്ലാക്ക്. കൊള്ളാം. ആൻഡ് മമ്മി ഈസ് ഇൻ ബ്ലാക്ക് സാരി. ഇനിയും നമുക്ക് മഹേഷ് ഏട്ടൻ ഏതാ വേഷം? ഓ സോറി ഗൈസ്, യു ഹാവ് ടു വെയിറ്റ്. ഞങ്ങൾ 6 മണിക്കുള്ള ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നല്ലോ ആ ഒരു മൂവിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ വലിയ എക്സ്പെക്റ്റേഷനും വെച്ചിട്ടൊന്നും അല്ല പോകുന്നത്. ജസ്റ്റ് നമുക്ക് സിനിമ വൺ ടൈം വാച്ച് കാണാം, കുറച്ച് മൊമെൻറ്റ് എൻജോയ് ചെയ്യുക, വരിക, ദാറ്റ്സ് ഓൾ. അതിനകത്ത് വിമർശിക്കുകയും ഇതൊന്നും പറയാൻ നമ്മളാരും പ്രിയ. അപ്പോൾ നമുക്ക് മഹേഷ് ചേട്ടനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേട്ടൻ്റെ വേഷം എന്താണ് അറിയില്ല, നോക്കട്ടെ. ഇതാണ് മഹേഷ് ചേട്ടൻ്റെ ടയർ, ചേട്ടനും ബ്ലാക്കിലാണ്. അപ്പോൾ നമുക്കെല്ലാം പോകാം, വേം നമ്മൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളു. കം ഓൺ ഫാസ്റ്റ്. അവർ ഓട്ടോയിലാണ് പോകുന്നത്, ഞങ്ങൾ ബൈക്കിൽ. ഓക്കെ, കമോൺ ഫാസ്റ്റ്. എന്തേ ബൈക്കിൻ്റെ ചാവിയൊക്കെ എടുത്തോ? ആ, ബൈക്കിൻ്റെ ചാവി. ലൈറ്റൊക്കെ ഓഫാ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങിക്കോ, ബൈ. ഇപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്, ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും ഈ ഒരു തകൃതി ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ഓടിയിട്ട് എന്താ കാര്യം, എനിക്ക് വീട് കൂട്ടണ്ടേ. ഇറങ്ങി ഫാസ്റ്റ്. വേഗം പോകണം, ശ്വാസകോശങ്ങൾ അതെന്തായാലും മിസ് ചെയ്യും. സോ അങ്ങനെ ഞങ്ങൾ വേഗം പോവാണ് ഗൈസ്, പെട്ടെന്ന് പോകണം. അവരുടെ ഓട്ടോ വന്നു തോന്നുന്നു. തകൃതി പിടിച്ച് ഓടുകയാണ് അവരിത്. ആ ഓട്ടോയിലാണ് പോകുന്നത്, നമ്മളെങ്ങനെയാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. ഞങ്ങളെങ്ങനെ വൈക കണ്ണാടി എടുത്തില്ലേ? അവസാനം അവിടെ പോയിട്ട് കണ്ണൊന്നും കാണാതിരിക്കും. എൻ്റെ രണ്ടുപേർക്കും കണ്ണാടി ഇല്ലാതെ ഒന്നും കാണത്തില്ല ഗൈസ്, ഷോർട്ട് സൈറ്റാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു, ഞാൻ മറന്നുപോയി കണ്ണാടി. മുഫാസ എന്ന് പറയുന്ന മൂവി കാണാൻ പോയി. അത് അവരൊരു ഗ്ലാസ് തന്നു, പക്ഷേ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അവർ തന്ന ഗ്ലാസ്സിനകത്ത് പവർ ഇല്ലല്ലോ, നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് വേണം ആ 3D ഗ്ലാസ് വയ്ക്കാൻ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രസം. പിന്നെ ഞാൻ അതൊന്നും വെക്കാണ്ടിരുന്നാൽ കണ്ടത്. അപ്പം ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്, അതൊന്നും ഞാൻ എപ്പോഴും കണ്ണാടി ബാഗിൽ വെച്ചുകൊണ്ട്. ഓക്കെ, ശേഷം ഇനി പിന്നെ കാണാം. നമ്മുടെ എമ്പുരാൻ സിനിമ കണ്ടിട്ട് വരാം. എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവർ ഓൾറെഡി എത്തിയതോ, അവരങ്ങനെ പോവാണ്. നമുക്ക് അവരെ പഠിപ്പിക്കാം. നമ്മൾ മാത്രം മൊത്തത്തിൽ മഹേഷേട്ടൻ പാർക്ക് ചെയ്തിട്ട് വരും. ഞങ്ങൾ ഇവിടെയാണ് മണി വന്നത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പിസ്സ ഹട്ട് ഇടത്തില്ല, ഭയങ്കര റഷാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. അയ്യാ, മമ്മിയൊക്കെ നടന്ന് അവശയായി. അയ്യാ, ഓ ഇവർ കണ്ടോ മമ്മി? മഹേഷേട്ടൻ ലിഫ്റ്റ് വന്ന്. ചേട്ടൻ ഭയങ്കര ബുദ്ധിമാനാണ്. നിങ്ങൾ നല്ല ആളാണല്ലോ. ഞങ്ങൾ നടന്നു, നിങ്ങൾ ലിഫ്റ്റ് വന്ന്. എൻ്റെ ആ സോ ഇത്ര സിനിമകളുണ്ട്. നമ്മളേത് സിനിമ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ അശ്വിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവൻ വരുമെന്നൊക്കെ പറഞ്ഞു. യെറ്റ് ടു റിസീവ് ഹിം. അതിപ്പോൾ അല്ല, ഇൻ്റർവെല്ലിന് വാങ്ങാം. നമ്മളെത്തിയിരിക്കുകയാണ് എമ്പുരാൻ.
കയറിയിരിക്കുന്നു ഗൈസ്. ആ തുടങ്ങിയോ, ഇവൻ എത്തിയാ എന്താണ്? ഓ ബ്ലാക്കിന് വരും, ബ്ലാക്ക് കോട്ട് ഇട്ടുണ്ടോ? കൊള്ളാം കൊള്ളാം. ഗൈസ് ഞങ്ങൾ ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയതാ. So far, good. പറയാൻ You go with least expectation, you will love the movie, and Viraj's direction, വേറെ level. അതെ തന്നെ. ആൻഡ് പീപ്പിൾ വിൽ ബി ടെല്ലിംഗ് ദാറ്റ് ലൂസിഫർ പോലെയല്ലോ, ലൂസിഫർ സംതിങ് ഡിഫറെന്റ്, ഇത് വേറെ മൂവി അല്ല. നമ്മൾ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ലല്ലോ. സൂപ്പർ. You have the full freedom to change the script. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എല്ലാം അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് സിനിമ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പകുതിയായി അടിപൊളി. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ പറയാൻ വാക്കുകളില്ല അല്ലേ? സൂപ്പർ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. 100% ഓസമാണ് മഹേശ്വരൻ പറയുന്നത്. കിടുവാണ്. പകുതിയായുള്ള ഡയറക്ഷനൊക്കെ അടിപൊളിയല്ലേ? അതെ അതെ, ഇതുവരെയുള്ള ഡയറക്ഷൻ്റെ സീക്വൻസ് സൂപ്പറാണ്. എല്ലാം പല പല സ്ഥലങ്ങളും എല്ലാം അടിപൊളി. ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളിരുന്ന് കാണുന്ന ഇംഗ്ലീഷ് മൂവി, ഇന്റർനാഷണൽ ലെവൽ മലയാളം മൂവി. ഇൻസ്റ്റാഗ്രാമിലെ റിവ്യൂ എല്ലാം കണ്ട് എല്ലാം എന്താ നെഗറ്റീവ് കേട്ട് വന്നിട്ട് മൂവി കണ്ട് പോസിറ്റീവായ വ്യക്തികളാണിത്. ഇൻസ്റ്റാഗ്രാം റിവ്യൂ ആണ് ഗൈസ് അവർ ചർച്ച ചെയ്യുന്നത്. ഹൗ ഫേക്ക് ദിസ് ഇൻസ്റ്റാഗ്രാം ആൻഡ് സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ എത്ര ഫേക്ക് അല്ലേ? ഐ അണ്ടർസ്റ്റുഡ്. സോ ഗൈസ് മൂവി കഴിഞ്ഞു. എനിക്ക് വാക്കുകളില്ല പറയാൻ. എനിക്ക് എന്തായാലും ഇവരുടെയൊക്കെ റിവ്യൂസ് ഞാൻ എടുക്കുന്നതായിരിക്കും, അമ്മൂൻ്റെ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ സിനിമ? നന്നായിരുന്നു. നിനക്ക് ഏതായിരുന്നു ഏറ്റവും രസമായിട്ട് തോന്നിയത്? ഏത് സീക്വൻസ് ആണ്? എന്തായിരുന്നു ആ സിനിമയിൽ ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയത്? കാട്ടി വെച്ചൊക്കെ നടന്നു. മഞ്ജു വാര്യറിനെ ഇതാക്കിയപ്പോൾ മോഹൻലാലിൻ്റെ എൻട്രി അല്ലേ? അത് കിടുമായിരുന്നു. ഓക്കെ. ആ ഡയറക്ഷനെ കുറിച്ച് എന്താ പറയാൻ? സൂപ്പർ അല്ലേ? ആ മഹേഷേട്ടാ നിങ്ങളുടെ റിവ്യൂ ഒന്ന് പറയൂ എമ്പുരാനെ കുറിച്ച്. ഡയറക്ഷൻ ഓൾ ആർ നൈസ്. ഓക്കെ, എനിക്ക് അടുത്ത ആളുടെ റിവ്യൂ കേൾക്കണം എന്തായാലും. എനിക്ക് അടുത്ത ആളുടെ റിവ്യൂ. അമ്മു നിനക്ക് പറയാനുണ്ടോ? നീ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു? നിന്റെ എമ്പുരാൻ റിവ്യൂ പറയൂ. I thoroughly enjoyed the movie from the beginning till the end, and I have no idea why these people are having so much of criticism about this movie. It is worth watching. ചിലപ്പോൾ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് ആവാം, ബട്ട് ഇന്ന് ഞാൻ കണ്ടതിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ കൂട്ടുകാരി എല്ലാവരും ആയിക്കോട്ടെ, എവറിബഡി ഹാഡ് an amazing review about this, and we were like really puzzled what is happening in the media. Prithvi has not done anything wrong in that. Nothing wrong. He just brought the reality. He brought in the reality and he didn't harm anyone in this. It was something that was told upfront to the people. It was just portrayed again. That's it. അത് ഓൾറെഡി അയാൾ പറഞ്ഞ വാചകങ്ങൾ അത് ഇവിടെ പോർട്രേ ചെയ്തതേ ഉള്ളൂ. അയാൾ അത് എവിടെയും മറച്ചു വെച്ചൊരു സംഭവമല്ല. അപ്പൊ ഇതിനകത്ത് ഇത്രയും കിടന്ന ആൾക്കാർ കിടന്ന് പൃഥ്വിരാജിന്റെ എന്താണ് ഇടുങ്ങി എന്താ പറയാ, അവന്റെ ഇത് കഴിഞ്ഞു. മോഹൻലാലിനെ ചതിച്ചതാണ്. എന്ത് തേങ്ങ ചതിച്ചു? എന്റെ ക്യാമറയുടെ അകത്തോട്ട് കയറി വരാതെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. പിന്നെ ഡയറക്ഷൻ സങ്കടമുള്ള ഞാൻ പറയത്തില്ല. എന്താണ് എനിക്കറിയാം. അതിന്റെ ഇടയിൽ മോനാണെങ്കിൽ ഇവിടെ കൊണ്ട് താഴോട്ട് പോയപ്പോ ചെറിയ സീനൊക്കെ വെച്ചു. അതിനകത്ത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ആൻഡ് അതിനകത്തുള്ള ഇപ്പം മോഹൻലാൽ എന്താ 5 ഡയലോഗൊക്കെ ഉള്ളതെന്നൊക്കെ ഓരോരുത്തന്മാരില്ലേ. അല്ല അതിനകത്ത് മോഹൻലാൽ മുണ്ട് മടക്കി കുത്തുന്നുണ്ടല്ലോ കാട്ടിലെ സീന്. അത് ഭയങ്കരമായിരുന്നു അല്ലേ? ഈവൻ രോമാഞ്ചം കൊണ്ട സീനല്ലേ മഞ്ജു വാര്യറുടെ? ഹാസ് ഡൺ ജസ്റ്റിസ് അല്ലേ? ആൻഡ് പീപ്പിൾ വർ ടെല്ലിംഗ് അബൌട്ട് ദി സ്ക്രിപ്റ്റ് ഇസ് ഓസം. ആ എഴുതിയ അതെ അതെ. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഇന്റർനാഷണൽ ലെവൽ കേരള സിനിമ ഇരുന്ന് കാണുന്ന ഒരു മോളിവുഡ്, അതായത് ഹോളിവുഡ് ലെവലിലെ മോളിവുഡ് സിനിമ. കറക്റ്റ്? മോളിവുഡ് മലയാളം ആ ഒരു സിനിമ. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെരി നൈസ്. ഓക്കെ, അപ്പൊ ബൈ. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മേ? അല്ല മമ്മി പറഞ്ഞു എടി ഇത് എന്തോടി മൊത്തം ഇംഗ്ലീഷ് സിനിമയാണല്ലോ ഞാനിന്ന് കാണുന്നതെന്ന്. ആണോ? പക്ഷെ അടിപൊളിയല്ലേ? ഈ ആൾക്കാർ പറയുന്ന പോലെ മോഹൻലാലിന്റെ അല്ലെ ദാസൻ വിജയന്റെ സിനിമ പോലെയാണോ? പിന്നെ ലൂസിഫർ പോലെയല്ല. ലൂസിഫർ അതിൻ്റെതായിട്ടുള്ള രീതിയിലെടുത്തു. അങ്ങനെ വൈകാൻ നിനക്കോ ഇഷ്ടപ്പെട്ടോ?
അടിപൊളിയല്ലേ? ചിലപ്പോൾ ഫസ്റ്റ് 45 മിനിറ്റ്സ് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ മൂവി കാണുന്നതിന് മുന്നേ ടു ബി ഓണസ്റ്റ് ഞാൻ ഒരു ഹോംവർക്ക് നടത്തിയായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു നോ വാട്ട് ദിസ് 2002 റൈറ്റ്സ് വെയർ എന്തായിരുന്നു സംഭവം എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് ഈ മൂവി കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഐ റിയലി എൻജോയ് ചെയ്തു. യെസ്. അപ്പൊ ലൂസിഫർ പോലല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇത് വേറെയാണ് അല്ലേ? ഒരേപോലെ അത് പോരല്ലേ? ക്രെഡിറ്റ്സ് നോക്കാൻ പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യൻ കണ്ടില്ല. ക്രെഡിറ്റ് നോക്കിയിട്ട് എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല, നെക്സ്റ്റ് L3 അല്ല, നെക്സ്റ്റ് മൂവി ഈസ് അബൌട്ട് അബ്രഹാം, അതായത് മോഹൻലാലിനെ കുറിച്ച്. വാട്ട് ഈസ് യെസ് ബട്ട് ആ വില്ലൻ അതിനകത്ത് പക്ഷെ അവരെന്തോ ക്രെഡിറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് റിലേറ്റഡ് ടു. അപ്പോഴേക്കും എല്ലാവരും എണീറ്റ് പോയി. അപ്പൊ ആദ്യക്കൂട്ട നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഓ മൈ ഗോഡ്, അവന് എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ ഗൈസ് ഞങ്ങൾ സിനിമ എല്ലാം കണ്ട റിവ്യൂ കേട്ടല്ലോ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ ഓരോരുത്തരുടെ റിവ്യൂ. സത്യം പറഞ്ഞാൽ ഐ എൻജോയ്ഡ് ഇറ്റ്. ഓരോ എന്താ പറയുക, ഓരോ സീക്വൻസും എല്ലാം കിട്ടുമായിരുന്നു. പറയാൻ സത്യം പറഞ്ഞില്ലേ, വാക്കുകളില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടും പൃഥ്വിരാജ് ഡിറക്ഷൻ വാസ് സൂപ്പർ, അതിമനോഹരം. എനിക്ക് എന്താ പറയേണ്ടതൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും, ഈവൻ ആ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം അടിപൊളി. എവ്രിബഡി. ആൻഡ് ഓരോ അതിനകത്ത് യൂസ് ചെയ്ത ഹെലികോപ്റ്റേഴ്സും അതൊക്കെ അവർ മേക്ക് ചെയ്ത, പിന്നെ ഈ പ്ലേസസ് എത്ര സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടതും എക്സ്പ്ലോർ ചെയ്തത് അല്ലേ? ആ ഒരു വിഷ്വൽ ട്രീറ്റ് വളരെ നന്നായിട്ട് പൃഥ്വിരാജ് ഈവൻ മോഹൻലാലിൻ്റെ ഓരോ സീനും ദ ലുക്സ് എല്ലാം അടിപൊളി. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നും എല്ലാം നമുക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു എന്താ പറയുക ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ആൻഡ് മഞ്ജു വാര്യറിനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആ പറയുന്ന ബൈജു പറയുന്നില്ലേ, ഓരോരോ 1, 2, 3 തേർഡ് വൺ ആ പറയുന്നത് റിയലി വി ഫെൽറ്റ് ദ ഗൂസ് ബംസ്. ഇറ്റ് വാസ് ദി ആറ്റിറ്റ്യൂഡ്, ആ ധൈര്യത്തെ മഞ്ജു വാര്യർ പറയുന്ന കാണുമ്പം ഇറ്റ് വാസ് ലൈക്ക് നമുക്കും അതേപോലെ ഇരുന്നിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ഫീല് ആസ് എ വുമൻ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ തോന്നിയിരുന്നു. ആൻഡ് ഐ ലവ് എവറിത്തിങ്. എല്ലാം അടിപൊളിയാണ്. മോഹൻലാൽ ആ മുണ്ട് മടക്കി കുത്തി ആ ഇടിക്കുന്ന സീൻ ആൻഡ് ഓൾ ഫൈറ്റ് സീൻസ് ആൻഡ് എവറിത്തിങ് വാസ് സൂപ്പർ. ആൻഡ് ഐ ഡോണ്ട് നോ വൈ ദേ വാണ്ടഡ് ടു കട്ട്. എനിവേ വി saw it, we loved it and we enjoyed the moment. Thank you. വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഗൈസ്.